ആയുധ മത്സരത്തിൽ ഏർപ്പെടുന്നതിനല്ല, മറിച്ച് എല്ലാ രാജ്യങ്ങളും ആണവായുധങ്ങൾ ഉപേക്ഷിക്കണമെന്ന ആഹ്വാനവുമായിട്ടാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. എല്ലാവരും അവരുടെ ആണവായുധങ്ങൾ ഉപേക്ഷിക്കുകയാണെങ്കിൽ അത് വളരെ നല്ലതായിരിക്കുമെന്നും ട്രംപ് കൂട്ടിച്ചേർക്കുകയുണ്ടായി. നിലവിൽ ഏറ്റവും കൂടുതൽ ആണവായുധങ്ങൾ കൈവശം വെച്ചിരിക്കുന്നത് അമേരിക്കയും റഷ്യയുമാണ്. 4-5 വർഷത്തിനുള്ളിൽ ചൈനയ്ക്കും തുല്യ അളവിൽ ആണവായുധങ്ങൾ ലഭിക്കുകയും ചെയ്യുമെന്നാണ് കണക്കുകൂട്ടുന്നത്. നമുക്കെല്ലാവർക്കും അവ നിരായുധീകരിക്കാൻ കഴിഞ്ഞാൽ അത് വളരെ നല്ലതാണെന്നും ട്രംപ് പറഞ്ഞു. അതിന് പിന്നിലെ പ്രധാന കാരണമെന്നത് ആണവായുധങ്ങളുടെ ശക്തിഭ്രാന്താണെന്നും ട്രംപ് കൂട്ടിച്ചേർക്കുകയുണ്ടായി. രാജ്യങ്ങളുടെ ആണവ നിരായുധീകരണം യഥാർത്ഥത്തിൽ അവിശ്വസനീയമായിരിക്കുമെന്നും ട്രംപ് പ്രതികരിച്ചു. ആണവായുധ മത്സരം വെറുതെയാണെന്നും പുതിയ ആയുധങ്ങൾ നിർമ്മിക്കാൻ അമേരിക്കയ്ക്ക് ഒരു ഉദ്ദേശവുമില്ലെന്നുമാണ് ട്രംപ് പറയുന്നത്. ട്രംപിന്റെ ആദ്യ ഭരണകാലത്ത് 1987 റൊണാൾഡ് റീഗനും മിഗേൽ ഗോൾബച്ചേവും ഒപ്പുവെച്ച നാഴികക്കല്ലായ ഇന്റർമീഡിയറ്റ് റേഞ്ച് ന്യൂക്ലിയർ ഫോഴ്സ് ഉടമ്പടിയിൽ നിന്ന് അമേരിക്ക പിന്മാറുന്ന നടപടിയായിരുന്നു എടുത്തിരുന്നത്. അമേരിക്കയുടെ പിൻവാങ്ങലിനെ റഷ്യ അന്ന് അപലപിക്കുകയും ചെയ്തിരുന്നു.